ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് തമ്പനയിലിൽ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ ആനയുടെ ഒരു വീഡിയോ ആണ്. ആന എന്ന് പറഞ്ഞാൽ കൊച്ചുകുട്ടികൾക്കും മുതിർന്നവർക്കായാലും കാണാൻ വളരെ കൗതുകമുള്ള, കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ജീവിയാണ്. ആനയുടെ വിശേഷങ്ങൾ, ആനക്കഥകളൊക്കെ എന്ന് പറഞ്ഞാൽ എത്ര കേട്ടാലും നമുക്ക് മതി വരില്ല, കുട്ടികൾക്കായാലും വലിയവർക്കായാലും. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് വീഡിയോ ഒരു വ്ളോഗ് പോലെ ആക്കാമെന്ന് വെച്ചത്. കാലടി തൃക്കയിൽ മഹാദേവ ക്ഷേത്രത്തിലാണ് ഈ ആന ഉള്ളത്. മിന്നൂസ് മാത്രമല്ല, വളരെയധികം കുട്ടികളും മുതിർന്നവരും ഒക്കെ ഈ ആനയുടെ അടുത്ത് വരികയും തുമ്പിക്കയിലും കൊമ്പിലൊക്കെ പിടിക്കുക. തൃക്കയിൽ മഹാദേവൻ എന്നാണ് ആനയുടെ പേര്. ഈ ആനയ്ക്ക് 3 മീറ്റർ ഉയരവും 800 കിലോ ഭാരമാണ് ഉള്ളത്. മിനുസൊരു പേടിയില്ലാതെ തുമ്പിക്കയിലും കൊമ്പിലൊക്കെ തൊട്ടു. മിനുസിന് തുടക്കത്തിൽ ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഈ ആനയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇതൊരു യന്ത്രയാനയാണ്, റോബോട്ടിക് എലഫൻറ്റ്. ആർക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് വന്ന് തൊടുകയൊക്കെ ചെയ്യാം. ആന ഇടയണ പ്രശ്നമോ അതുവഴിയുള്ള അപകടങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ പേപ്പറിലും ന്യൂസിലൊക്കെ സ്ഥിരം കാണുന്നതാണ്. ഉത്സവ സ്ഥലത്ത് അമ്പലങ്ങളിൽ ആന ഇടഞ്ഞ് ആളുകളെ ആക്രമിച്ച് ആളുകൾ മരിച്ചു എന്നൊക്കെ. അങ്ങനെയുള്ള അപകടങ്ങളും കാര്യങ്ങളും ഒക്കെ ജനങ്ങൾക്കും അതുകൊണ്ട് ആനയ്ക്കുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു പുതിയൊരു ആശയം നടപ്പിലാക്കിയേക്കുന്നത്. ഒറിജിനൽ ജീവനുള്ള ആനയുടെ അതേ തലയെടുപ്പും അതേ ഭംഗിയും ഒക്കെ ഉണ്ട്. എന്നാൽ യാതൊരു ഭയപ്പെടേണ്ട യാതൊരു സാഹചര്യവും ഇല്ല. നമ്മൾ ഉത്സവ സീസണൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പേപ്പറിൽ സ്ഥിരം കാണാറുള്ളതാണ്. പേപ്പറിലും ന്യൂസും ടി വിയിലൊക്കെ സ്ഥിരം കാണാറുള്ളതാണ് ആനയടഞ്ഞ് ആക്രമിച്ചു എന്നൊക്കെ. പക്ഷെ നമ്മുടെ മഹാദേവന് അങ്ങനെയൊന്നും യാതൊരു പ്രശ്നമില്ല. നമ്മൾ മനുഷ്യർക്ക് പോലും സഹിക്കാൻ പറ്റാത്ത ചൂടിൽ മണിക്കൂറുകളോളം വെയിലത്ത് നിൽക്കുകയും രാത്രി ഉറക്കമുളയ്ക്കുകയും അതിൻ്റെ ഒപ്പം തന്നെ ചെണ്ടയുടെ സൗണ്ടും ഒക്കെ ആയിട്ടാണ് ആനകൾ ഇതുപോലുള്ള പ്രശ്നങ്ങൾ, ആക്രമണ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അത് ഈ റോബോട്ടിക് ആനയാകുമ്പോൾ ഇങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ല. പറഞ്ഞപോലെ കുട്ടികൾക്കും എല്ലാവർക്കും അടുത്ത് ധൈര്യമായിട്ട് ചെല്ലാൻ ഒക്കെ ചെയ്യാൻ ആന ഇടുക എന്നുള്ള യാതൊരു പ്രോബ്ലവും ഇല്ല. പെറ്റ എന്ന് പറയുന്ന മൃഗസ്നേഹികളുടെ ഒരു സംഘടനയും നടി പിയാമണിയും ചേർന്നാണ് ഈ കാലടിയിലെ ഈ മറ്റൂർ തൃക്കയിൽ മഹാദേവ ക്ഷേത്രത്തിന് ഈ ആനയെ സമർപ്പിച്ചിരിക്കുന്നത്. ഈ ആനയുടെ അനാച്ഛാദന കർമ്മമാണ് നടക്കാൻ പോകുന്നത്.
ഈ പെറ്റ എന്ന് പറയുന്ന PETA പെറ്റ എന്ന് പറയുന്ന മൃഗസ്നേഹികളുടെ ഒരു സംഘടനയും ദടി പ്രിയാമണിയും ചേർന്നാണ് ഈ ആനയെ മറ്റൂർ തൃക്കയിൽ മഹാദേവ ക്ഷേത്രത്തിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഈ ജീവനുള്ള ആനകളെ സ്വന്തമാക്കുകയോ അതല്ലെങ്കിൽ വാടകയ്ക്ക് എടുത്ത് എഴുന്നള്ളിപ്പിന് കൊണ്ടുവരികയോ ചെയ്യില്ല എന്നുള്ള ക്ഷേത്ര ഭാരവാഹികളുടെ ഒരു തീരുമാനത്തിൽ നിന്നാണ് ഇങ്ങനെയൊരു യന്ത്രാനയുടെ നടത്തിയിരുന്നത്. അങ്ങനെ ചടങ്ങുകളൊക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞ് മിന്നൂസിന് സന്തോഷമായി. മിന്നൂസ് ടാറ്റ കൊടുത്ത് ആനയ്ക്ക് ടാറ്റ കൊടുത്ത് പോകാനുള്ള പരിപാടിയാണ്. മിന്നൂസ് എന്തൊക്കെയാണ് നടക്കണതെന്ന് അറിയാൻ പാടില്ല, അന്തം വിട്ട് നിൽക്കുകയാണ്. മിന്നൂസിന് വീണ്ടും പോകാൻ തോന്നുന്നില്ല. മിന്നൂസിനെ പോലെ തന്നെ വന്ന ബാക്കിയുള്ള കുട്ടികളും മുതിർന്നവരെല്ലാവരും വളരെ ഹാപ്പിയാണ്. കാരണം ആനയെ അടുത്ത് കാണാനും തൊടാനും ഫോട്ടോ എടുക്കാനും ഒക്കെ ധൈര്യമായിട്ടൊന്ന് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റി. എല്ലാവരും ഹാപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യാൻ മറക്കരുത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വേറൊരു നല്ല വീഡിയോ ആയിട്ട് വരാം.